അർത്ഥപൂർണ്ണമായ ഒരു സർവീസ് കാലഘട്ടം അത് പൂർത്തിയാക്കി ഇനി താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിശ്രമ ജീവിതത്തിലോട്ടാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എങ്ങനെയാണ് ലൈഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇനിയിപ്പോൾ അങ്ങോട്ട് ലൈഫ് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്ലാൻ. കാരണം പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. കുറേ അധികം കാര്യങ്ങൾ മാറ്റി വെച്ചത് പഠിക്കണം, എനിക്ക് പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം, നീന്തൽ പഠിക്കണം, ഗാർഡനിങ് പഠിക്കണം, പിന്നെ പുസ്തകം എഴുതണം, ഒരു ബ്ലോഗ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഇതിൽ ചിലതൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്നാണ് മാഡം ഔദ്യോഗിക വസതിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്? വീട്ടിലേക്കൊരു ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ പോകണം. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ, വഴുതക്കാടാണ് വീട്. അമ്മയുടെ വീടും അവിടെയാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നിട്ടുള്ള വീടാണ്. അപ്പോൾ അവിടേക്ക് മടങ്ങുന്നു. പറ്റിയാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കോഴിക്കോട്ടേക്ക് ചേക്കേറും. അപ്പോൾ കോഴിക്കോട് ഏതായാലും തിരുവനന്തപുരത്തിന് കുറേ അധികം സമയം കൊടുത്തു. ഇനി കുറച്ച് നാൾ കോഴിക്കോട്. വീട്ടിലിപ്പോൾ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ പോയി, അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ കൂടെയുണ്ട്. അനിയത്തി ഇവിടെയല്ല, സ്റ്റേറ്റ്സിലാണ്. പിന്നെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭരണിയെ, അവർ രണ്ടുപേരും ബാംഗ്ലൂരിലാണ്. മകൻ ശബരിയും ബാംഗ്ലൂരിലാണ്. നിറത്തിൻ്റെ പേരിലുള്ള ഒരു അധിക്ഷേപം അതിപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു പ്രതിഷേധവും അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു ഫീലുണ്ടോ? ഞാൻ തുടങ്ങി വെച്ച ചർച്ചയല്ലല്ലോ, ഈ ചർച്ച നേരത്തെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയ്ക്ക് കുറച്ച് കാലത്തേക്ക് അതിൻ്റെ ഒരു ശ്രദ്ധ എല്ലായിടത്തും, ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ കൈപ്പറ്റാൻ പറ്റി എന്നുള്ളതിലും സന്തോഷമുണ്ട്. എനിക്കറിയാം അത് പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കെട്ടടങ്ങും. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു ചെറിയ തീ കൊളുത്തി. ആ കൊളുത്തിയ തീയിൻ്റെ അടയാളം ഇനി ഭാവിയിലുണ്ടാകും. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ 1 വർഷമാണ് മാഡത്തിനുണ്ടായിരുന്ന കാലാവധി. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായി തോന്നിയിട്ടുള്ള വിഷയം എന്തായിരുന്നു? ഇഷ്ടം പോലെ പ്രതിസന്ധിയുടെ പുറകെ പ്രതിസന്ധിയായിരുന്നല്ലോ ചീഫ് സെക്രട്ടറിഷിപ്പിൽ. അപ്പോൾ ഒന്നാമത് നമ്മൾ വയനാട് തന്നെ മേപ്പാടി പഞ്ചായത്തും അതിൻ്റെ പ്രവർത്തനമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് വയനാട് ടൂറിസം തന്നെ ഈ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളിലെ പ്രശ്നം കൊണ്ട് മുഴുവനും എഫക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു വിഷയം. പിന്നെ സിസ്റ്റത്തിൻ്റെ അകത്ത്, അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് തന്നെയുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ഇപ്പം കൂടുതൽ മാധ്യമ തലത്തിൽ വെല്ലുവിളിയായിട്ട് കണ്ടിട്ടുണ്ടാവുക. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ബിസിനസ്. ഇത്രയും കാലം പ്ലാനിങ്ങോട് കൂടി മാത്രമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള വിശ്രമകാലം എങ്ങനെ പ്ലാനിംഗ് ഇല്ലാതെ ആസ്വാദകരമാക്കാമെന്നാണ് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ ആലോചനയിലുള്ളത്. സുജിത് എം എസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.